വൈകിട്ട് എന്നിട്ടൊക്കെ ഉള്ള വൈകിട്ട് കപ്പ ബോട്ടി ബീഫ്. അതെ, കപ്പയും ബോട്ടിയും ബീഫൊക്കെ ഉണ്ട് വൈകുന്നേരം. ബീഫ് റോസ്റ്റ് ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും. അതൊക്കെ വൈകിട്ടുള്ളത്. അതൊക്കെ വൈകിട്ട് 5. അതെ, അയിരൂര് തിരുത്തിപ്പുറം മാള റൂട്ടിലാണ്. ഇവിടെ ഒരു ഹോട്ടൽ പരിചയപ്പെടാനാണ് പോണത്. എൻ്റെ ബാക്കിൽ കാണുന്ന ഹോട്ടൽ പുറകേൽ. ഇവിടെ നല്ലൊരു വാഴയിലയിൽ ഊണ് കിട്ടും. അപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ലൊരു ഊണ് നമുക്ക് കഴിച്ചു നോക്കാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചാലോ, ഊണ് കഴിക്കാൻ കയറാം. വൈകിട്ട് എന്നിട്ടൊക്കെ ഉള്ള വൈകിട്ട് കപ്പ ബോട്ടി ബീഫ്. അതെ, കപ്പയും ബോട്ടിയും ബീഫൊക്കെ ഉണ്ട് വൈകുന്നേരം. ബീഫ് റോസ്റ്റ് ഉണ്ടാവും, പൊറോട്ട ഉണ്ടാവും. അതൊക്കെ വൈകിട്ടുള്ളത്. അതൊക്കെ വൈകിട്ട് 5 മണിക്ക് ശേഷം അതായിട്ട് അങ്ങോട്ട് തുടങ്ങും. വൈകിട്ട് ഇവിടെ ചോറ് ഉച്ചക്ക് ഉണ്ട്. അതിനുശേഷം നമുക്ക് വൈകിട്ടാണെങ്കിൽ വരികയാണെങ്കിൽ ഇറച്ചി, ബീഫ്, പിന്നെ ബീഫും പൊറോട്ടയും പോട്ടിയും കപ്പയൊക്കെ ഉണ്ട് വൈകിട്ട് വരികയാണെങ്കിൽ. ഊണ് കഴിഞ്ഞിട്ട് അല്ലേ? എത്ര മണിക്ക് തുടങ്ങും അത്? വൈകുന്നേരം 5 മണിക്ക്. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. 5 മണി തുടങ്ങി കപ്പ ബോട്ടി എത്ര മണി വരെ? അത് 9 മണി വരെ. രാത്രി 9 മണി വരെ. 9 മണി. രാത്രി 9 മണി വരെ കപ്പ, പോട്ടി, ബീഫ്, പൊറോട്ട ഇതൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ 2-3 ഹോട്ടലിൽ കവർ ചെയ്ത് വരുന്നത്. അതെല്ലേ? ഇവിടെ നിന്ന് എല്ലാ ദിവസവും അളന്തിക്കര ജംഗ്ഷനിൽ 3 ഹോട്ടലുണ്ട്. കവർ ചെയ്തിട്ട് ഞാൻ വന്നു. അത് എനിക്ക് വർഷങ്ങളായിട്ട് ഇവരറിയാം. വർഷങ്ങളായിട്ട് ഇവർ ഈ ബിസിനസ്സുകാരാണ്. ഹോട്ടൽ നടത്തുന്നത്. ആ ബോധ്യത്തിൻ്റെ പേരിലാണ് നല്ല ഭക്ഷണം ഇപ്പോഴും കിട്ടുന്നുണ്ട്. നാച്ചുറലായിട്ട് ഒരു ഭക്ഷണം നമുക്ക് എവിടെ ചെന്നാലും ഇങ്ങനെ ഇലയിട്ട് ഭക്ഷണം കിട്ടൽ പതിവില്ല. അപ്പോൾ അതൊരു വെറൈറ്റിയാണ്. എന്നും ഈ ഇലയിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നത്. ഈ ഇല പറഞ്ഞ് കളക്ട് ചെയ്യുന്നൊന്നും അറിയില്ല. ഇലയിൽ ഊണാകുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ആണല്ലേ? ഏറ്റവും പ്രധാനം കഴിച്ചാലും വയറിന് കേടില്ല എന്നുള്ള ഏറ്റവും പ്രധാനം. നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലെയുള്ള ഒരു ഊണ്. കണമ്പ് ഫ്രൈ ആണിത്. നല്ല വലിയ കണമ്പ് ഫ്രൈ ആണ്. കണ്ട, കണമ്പ് ഫ്രൈ പുഴയിൽ നിന്ന് പിടിച്ചെടുത്താണ് ചേട്ടാ. പുഴമീനാണിത്. പുഴയിലെ കണമ്പാണ്. കണ്ട, വലിപ്പമുള്ള കണമ്പാണ്. അതുപോലെ തന്നെ കറികൾ എന്ന് വെച്ചാൽ പപ്പടം, ക്യാബേജ്, അച്ചാറ്, കിച്ചടി, പിന്നെ മീൻചാറ്, ബീഫ് റോസ്റ്റ്. ബീഫ് റോസ്റ്റ് ഉണ്ട്. ഇത് കഴിച്ചു നോക്കാം. ബീഫും മീൻ ഫ്രൈയും കൂട്ടി ഒരു പിടുത്തം പിടിച്ച് നോക്കാം. ഒന്നും പറയാനില്ല. നേരത്തെ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റാണെന്ന്. വാഴയിലയിൽ ഊണാകുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ മിക്ക ഹോട്ടലിലും കയറി കഴിഞ്ഞാൽ പ്ലേറ്റിലാണ് ഊണ് നമുക്ക് ലഭിക്കുക. പക്ഷേ ഇവിടെ വാഴയിലാണ് നമുക്ക് ഊണ് ലഭിക്കുന്നത്. നല്ല മനസ്സറിഞ്ഞ് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റും കൂടിയാണ്.